കുട്ടികൾക്കുണ്ട് ശ്രദ്ധക്കുറവ്. അതാ പോകുന്നുണ്ടോ ഇത്ര എന്താ, ചിലപ്പോൾ ടീച്ചറാവും, ചിലപ്പോൾ സ്റ്റുഡൻ്റ് ആവും. കാലം പോയൊരു പോക്കാലോചിച്ച് നോക്കുകയാണ്. അപ്പം പരമാവധി നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങുക. ഇല്ലെങ്കിൽ നമുക്ക് റീച്ച് വയ്ക്കാൻ ആൾക്കാർ വരും തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നല്ലൊരു ചായക്കട ഒന്നും പറയല്ല. അപ്പോൾ ആ ചായക്കട അപ്പോൾ രാഹുൽ മാങ്കുട്ടൻ എന്ന് പറഞ്ഞത് പാലക്കാടിൻ്റെ ഒരു MLA ആണ്. അത് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, അയാളെ ഡിസ്മസ് ചെയ്തിട്ടില്ല പാർട്ടി, സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ താൽക്കാലികമായിട്ട്. അപ്പോൾ അയാൾ MLA സ്ഥാനം രാജിവെച്ചിട്ടൊന്നുമില്ലേ. പിന്നെ നിങ്ങൾക്ക് ഇത്ര മൂലക്കൂര് പൊട്ടാൻ എന്താണ് പ്രശ്നം? അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് എന്തും ആവാം, നിങ്ങൾക്ക് എന്ത് തെമ്മാരത്തിനും ചെയ്യാം. ഇതേമാതിരി പോകുമ്പോൾ അവിടുന്ന് ചായ കുടിച്ചു, അതിൻ്റെ ഓർമ്മയിൽ മാത്രം വീഡിയോ എടുത്തുന്നുള്ളൂ, അതിൻ്റെ ഓണറെ കാണാനല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നല്ലൊരു ചായ ആയിരുന്നു തീർച്ചയായിട്ടും. വളരെ സന്തോഷം. കല്ലടി കോളേജിൻ്റെ മൈലാമ്പാടം പയ്യനാടം ആ റോഡിലാണ്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോളേജും സ്കൂളും വിട്ട സമയമാണ്. അപ്പോൾ ഇവിടെ കുട്ടികളെന്ന് മാത്രമല്ല കേട്ടോ, ഇവിടെ വാഹനത്തിലെ ഡ്രൈവർമാരും കൂടി ക്ഷമ പാലിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാറ് ഓടിക്കുന്ന ഒരു നായ, അങ്ങനെ തന്നെ പറയണം ശരിക്കും. അപ്പോൾ അവന് നിന്ന് കൊടുക്കാൻ സമയമല്ല. കുട്ടികൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ നേരെ പോയി. ഇതിനൊക്കെ എന്താണ് പറയുക വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ എന്താ പറയുക, ഈ കണ്ണിക്കണ്ട സാധനങ്ങൾ അടിച്ചിട്ട് നടക്കുന്ന ആൾക്കാരാവും. കാരണം തന്തടിയും തള്ളടിയും മുതൽ വാങ്ങിയിട്ട് നക്കിയിട്ട് ഇവർ നാട്ടുകാരെ നെഞ്ഞത്ത് കയറാൻ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പോലീസുകാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം ഇവിടെ ഈ രീതിയാണ്. ഇനിയിപ്പോൾ ആ കുട്ടികൾ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടികൾ വരുന്ന സമയം നോക്കിയിട്ടാണ് ഇവർ പോവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സീബ്ര ലൈനിലൊന്നും നിർത്താൻ പാടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും സമയമില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീമേര് വരുന്ന സമയം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവർ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടാവും. നല്ല തിരക്കുള്ള സമയമാണ്. പക്ഷേ ഇതുവരെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ചെറിയ വാക്ക് തർക്കങ്ങളിലൊക്കെ ഉണ്ടാവാം. കാരണം വണ്ടി അവിടെ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രൈവർമാർക്കുള്ള ശ്രദ്ധക്കുറവ് ഒരുപാടുണ്ട്. അതേപോലെ റോഡ് ക്രോസ് ചെയ്യുന്ന കുട്ടികൾക്കുണ്ട് ശ്രദ്ധക്കുറവ്. അതാ പോകുന്നുണ്ടോ ഇത്ര എന്താ, ചിലപ്പോൾ ടീച്ചറാവും, ചിലപ്പോൾ സ്റ്റുഡൻ്റ് ആവും. കാലം പോയൊരു പോക്കാലോചിച്ച് നോക്കുകയാണ്. അപ്പം പരമാവധി നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങുക. ഇല്ലെങ്കിൽ നമുക്ക് റീച്ച് വയ്ക്കാൻ ആൾക്കാർ വരും തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നല്ലൊരു ചായക്കട ഉണ്ട്. അപ്പോൾ ആ ചായക്കടയിൽ നിന്ന് ചായയും കുടിക്കണം. അപ്പോൾ ചായ കുടിച്ചിട്ടാവാം ഇനി ബാക്കി സംസാരം. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പോൾ ചായയുടെ രസം ഒന്നും കൂടി അറിയാൻ വേണ്ട വന്നത്. അപ്പോൾ ആ നോമ്പ് സമയത്തേ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ. അപ്പോൾ പിന്നെ ഇവിടെ കയറാൻ സമയം കിട്ടിയിട്ടില്ല. നമ്മളെ ഇവിടെ മണ്ണാർക്കാട് തന്നെയാണ്. നിങ്ങളുടെ പൂരം അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട കേട്ടോ. നല്ല ചായയാണ്. നല്ല ചായ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മോശം ചായ കൊടുക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഓരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ആ ചായ കുടിക്കാനായിട്ട് പിന്നെയും പോകും. അതാണ് നല്ല ചായക്കട, ടീ പോയിൻ്റ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർമ്മ വരുമ്പോൾ, കാരണം ഓർമ്മ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അർജൻറ്റായിട്ട് ഓട്ടം പോവുക, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ വേറെ വല്ല ഓട്ടം ഏറ്റിക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ തച്ചമ്പാറക്കാരനാണ് അവിടുത്തെ ചായ മാസ്റ്റർ. അടിപൊളി, നമ്മുടെ തമിഴ്നാട്ടിലത്തേക്ക് ചായ പോലെ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതേമാതിരി പഴംപൊരി, പരിപ്പ് വട, സമൂസ, പിന്നെ
ഉണ്ണിയപ്പം, നെയ്യപ്പം എന്നൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ. അത് ആയി വരുന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കോളേജ് കുട്ടികളാണ് അവിടെ ചായക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാൻ പാടില്ല എന്നല്ല, നമുക്കപ്പോൾ അവരെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നും പോയി കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ ചായ മാത്രമല്ല കേട്ടോ, ജ്യൂസ് ഐറ്റംസ് എല്ലാതും ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഈ വൈകുന്നേരം ചായയുടെ സമയമുണ്ട്, ചായ മാത്രം മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് പ്രത്യേകം എടുത്ത് പറയല്ല. കഴിഞ്ഞ ഒരു പോക്കിന് ഞാൻ ഇതേമാതിരി പോകുമ്പോൾ അവിടുന്ന് ചായ കുടിച്ചു. അതിൻ്റെ ഒരു ഓർമ്മയിൽ മാത്രം വീഡിയോ എടുത്തു എന്നുള്ളൂ. അതിൻ്റെ ഓണറെ കാണാനല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നല്ലൊരു ചായയായിരുന്നു തീർച്ചയായിട്ടും. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർമാരോട് പെരുമാറുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അതുമാത്രമല്ല അവർ പിന്നെയും ആ സ്ഥാപനത്തിലേക്ക് വരണം എന്ന് കരുതിയിട്ട് കൂടി പെരുമാറാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ശരിക്കും ഒരു നല്ലൊരു സ്ഥാപനമാവുക. നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമയും കൂടി ആവാം. അത് നല്ല മനുഷ്യനുള്ള ഒരു മനസ്സാവും എന്ന് പറയാം. അപ്പോൾ പറയാൻ ഉള്ളത് താങ്ക് യു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒരു വാർത്താമാധ്യമ പ്രവർത്തക പറയാണ്, ശരിക്കും അവൾക്ക് അങ്ങനെയല്ല പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത് പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈംഗിക അധിക്ഷേപത്തിന് ഇരയായ രാഹുൽ മാങ്കൂട്ടം എന്ന് വളച്ചൊടിച്ച് വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞത്. ഇതാണോ വാർത്താമാധ്യമ ധർമ്മം? അല്ല, ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേറെ വല്ലതും കഴിച്ചൂടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലും വളരെ മോശമായിട്ട് എനിക്ക് പറയാൻ അറിയും. നിങ്ങളിങ്ങനെ വളച്ചൊടിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. അയാളെ എന്ത് തെറ്റ് ചെയ്തത്? നിങ്ങൾ ചെയ്യുന്ന തെറ്റ് പോലും അയാൾ ചെയ്തിട്ടില്ല. ഒരു FIR ഒരു കേസോ ഒന്നും ചെയ്യാതെയാണ് നിങ്ങൾ പിന്നെ കള്ളക്കഥ ഉണ്ടാക്കിയത്. ഇപ്പോൾ സരിത ഉമ്മൻചാണ്ടീനെ പറഞ്ഞുണ്ടാക്കിയ പോലെ നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ കുറേ മാസങ്ങളോളം നിങ്ങൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. മൊത്തം മീഡിയ, അതിൽ എല്ലാ മീഡിയക്കാരും പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീം അങ്ങോട്ട് പോകുന്നുണ്ട്. അത് നല്ല കാര്യം. പക്ഷെ അവരൊക്കെ കുറേ വൈകിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ലൈംഗിക അധിക്ഷേപത്തിന് ഇരയായി എന്ന് പറയുന്ന റിനി ജോർജിന് എന്തെങ്കിലും ഒരു പരാതിയോ FIR ഒന്നുമില്ലാതെയാണ് ഇതൊക്കെ ഞങ്ങൾ വിളംബരം ചെയ്യണത്. അപ്പോൾ ഇത്രത്തോളം വഷളാക്കിയത് ഈ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ KSRTC ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് അവിടെ വലിയ മാധ്യമ പ്രവർത്തകർ വന്നിട്ടുള്ളത്. ഇവരൊക്കെ ചിരക്കാൻ പോയിക്കൂടെ എന്ന് ആലോചിക്കുന്നത്, ചിരക്കാൻ, ഷേവ് ചെയ്യാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അവിടുത്തെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു മാധ്യമ നായക്കളെയും കാണില്ല ശരിക്കും. ഈ രാഹുൽ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാധ്യമക്കാരും മൈക്കയും പിടിച്ച് കോലും പിടിച്ചിട്ട് മറ്റുള്ളവരുടെ അണ്ണാക്കിന് കുത്തി കയറ്റാൻ വേണ്ടി വരും. നാറിയ വർഗങ്ങളായിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാധ്യമക്കാരെ കാണുന്നത്. അല്ലാതെ ഇതിൽ വേറെ ഒന്നും പറയല്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞത് പാലക്കാടിൻ്റെ ഒരു MLA ആണ്. അത് എല്ലാവർക്കും അറിയാം. പിന്നെ അതുമാത്രമല്ല, അയാളെ ഡിസ്പസ് ചെയ്തിട്ടില്ല പാർട്ടി, സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ താൽക്കാലികമായിട്ട്. അപ്പോൾ അയാൾ MLA സ്ഥാനം രാജിവെച്ചിട്ടൊന്നുമില്ലേ. പിന്നെ നിങ്ങൾക്ക് ഇത്ര മൂലക്കുരു പൊട്ടാൻ എന്താണ് പ്രശ്നം? അപ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് എന്തും ആവാം, നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരം ചെയ്യാം, എന്ത് തെമ്മാടിത്തരമാണെന്ന് വിളിച്ച് പറയാം. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടോ നിങ്ങൾക്ക്? ജനങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ല. തീർച്ചയായിട്ടും പറയൂല, നിങ്ങൾ ഇതേപോലെ പ്രവർത്തിക്കില്ല. ഇത് രണ്ട് കൂട്ടരോടുമാണ് പറഞ്ഞത്. ഇപ്പോൾ സർക്കാരിൻ്റെ എന്ത് പരിപാടി ഉണ്ടോ അതൊക്കെ മാധ്യമങ്ങൾ വളച്ച് തിരിച്ച് മറിച്ച് ഓടിച്ചിട്ട് ജനങ്ങളുടെ മുന്നിലെത്തിക്കും. സത്യാവസ്ഥ മാത്രം പറയില്ല. സർക്കാരിനെ മാത്രം രക്ഷിക്കാനുള്ള മുഖംമൂടിയാണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ. ശരിക്കും അതാണ് സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ. ഇപ്പോൾ ശബരിമലയത്തെ വിഷയം എത്ര ദിവസമായി? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങളെന്താ മുഖ്യമന്ത്രിനെ വിളിക്കാത്തത്? മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പോയി അന്വേഷിക്കാത്തത്? മുഖ്യമന്ത്രിനെയല്ലേ നിങ്ങൾ കാണേണ്ടത്? എന്തുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിനെ പോയി കാണുന്നില്ല? നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോണകം താങ്ങാൻ എന്തിനാ പോണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവാ. നിങ്ങൾക്കും ആകാം പ്രതിഷേധം. അതെന്താ, നിങ്ങൾക്ക് വിശ്വാസമല്ലേ? നിങ്ങൾ പിന്നെ ശബരിമലയിൽ പോകാത്ത ആൾക്കാരാണോ?
അല്ല നിങ്ങൾ ഗുരുവായൂർ പോവാത്ത ആൾക്കാരാണോ? അല്ല മൂകാംബികയിൽ അവിടെ ഒരു അമ്പലത്തിൽ നിങ്ങൾ പോയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മാത്രം ദൈവമില്ലേ? നിങ്ങളിങ്ങനെ ശബരിമലയത്തെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ രാഹുലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെറ്റത്തരം ചെയ്യുമ്പോൾ ഒരു പരിധി വേണം തീർച്ചയായിട്ടും. എന്നാലും പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സുൽത്താൻ റോഡിലെ അവസ്ഥ. ടിപ്പു സുൽത്താൻ കോങ്ങാടത്തെ പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്ത് വരിക. അതായത് ഒക്കെ തോന്നിയ മാതിരിയാണ് വരവ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ സൈഡ് നോക്കിയിട്ട് പോയാലും ഒക്കെ എന്താ പറയുക, അവനവന് ഇഷ്ടമുള്ള രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. അത് വലിയ തെറ്റാണ് കുഞ്ഞുങ്ങളെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ലോറിക്കാരെ നിർത്താൻ പറഞ്ഞ് നിർത്തണം കൂടി ഇല്ല. എന്തൊരു കഷ്ടമാണ് ഈ കേരളത്തിൽ ജീവിക്കാമെന്നറിയാത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഏതോ ഇടയ്ക്കൊക്കെ ഏട്ടാ വരുന്നത്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ആരായിക്കോട്ടെ കേട്ടോ, നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ മോശമായിട്ട് തെറി പറയരുതേ എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെയാണ് തെറിയുടെ പൂരം. കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തേന്നല്ല, നമ്മുടെ ഒട്ടുമിക്ക റോഡുകളിലും കാണുന്ന അവസ്ഥ ഇതാണ്. നമ്മൾ നല്ല രീതിയിൽ പോയാലും അത് നല്ല രീതിയിൽ മോശമാക്കിയിട്ട് വരുന്ന ആൾക്കാരും. പിന്നെ വൈകുന്നേരം ആയാൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താ അറിയോ, ഒരു സംവിധാനം ഇല്ലായിട്ടാണ്. അതുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ കുന്തിപ്പുഴയിലെ ബൈപ്പാസ് ഉണ്ട്. അത് നേരെ ഹോസ്പിറ്റൽ ജംഗ്ഷനിലേക്കാണ് വന്ന് ചാടുക, നെല്ലിപ്പുഴ ജംഗ്ഷൻ. അപ്പോൾ ഇത് അവിടെ 2-3 ട്രാഫിക്കിൻ്റെ പോലീസുകാർ കാറുകളെ പരമാവധി പാലക്കാട്ടേക്ക് പോകേണ്ട വണ്ടികളെ പരമാവധി ബൈപ്പാസ് വഴി വിട്ടാൽ ഇത്ര വലിയ തിരക്കുണ്ടാവില്ല. തിരക്ക് എന്ന് പറഞ്ഞാലും പോരാ, വലിയ തിരക്ക്. ഇന്നലെ വൈകുന്നേരത്ത് വലിയൊരു വാഹന തിരക്കായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അധികാരികളുടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നാണ് മണ്ണാർക്കാടിൻ്റെ രീതി. അപ്പോൾ ആ വണ്ടിക്കാരും അതേപോലെ തന്നെ. പിന്നെ ഈ റോഡിലുള്ള പാർക്കിങ് അത് ബൈക്കുകാരാണ് കൂടുതലും റോഡിലേക്ക് പകുതി പിന്നെ കുറച്ച് കയറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഈ സൈഡ് കൊടുക്കുമ്പോൾ വലിയ വണ്ടികളായാലും ചെറിയ വണ്ടികളായാലും സൈഡ് കൊടുക്കുമ്പോൾ അളവ് വ്യത്യാസം വരും. അപ്പോൾ അതിൽ അവർക്ക് മെല്ലെയാണ് ഡ്രൈവിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൂടി വരുമ്പോൾ ആണ് ഈ വണ്ടികൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പച്ചക്കറി മാർക്കറ്റിൽ ഭയങ്കര പിന്നെ ഈ ജംഗ്ഷനിൽ വലിയ ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ പോലീസുകാരുണ്ടെങ്കിൽ പോലും അവരെ അവഗണിച്ചുകൊണ്ടാണ് പോണത് ശരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് ഇന്ന് പറയാമെന്നാണ് അറിയാത്തത്. ഇത് നമ്മൾ പറഞ്ഞാൽ ശരിയാവുന്നില്ല. കാരണം എന്താ പറയുക, ഈ ബൈക്കുകാർ നമ്മുടെ സൈഡാണ് വരുന്നത്. ഈ നമ്മുടെ സൈഡ് വരുമ്പോൾ നമ്മുടെ വണ്ടി തട്ടിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി അടിയിലേക്ക് പോയിട്ട് വീഴും. അപ്പോൾ കുറ്റക്കാരൻ എന്താവും? നമ്മളാവും, അവരാവില്ല. അപ്പോൾ കൂടുതൽ ആക്സിഡൻറ്റ് ഇങ്ങനെ ഉണ്ടാവണം. ഇന്നിപ്പോൾ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യം നോക്കുമ്പോൾ ബൈക്കുകാരൻ, അതായത് റോങ് സൈഡിൽ വന്നൊരു ബൈക്കുകാരന് ആണ് പ്രശ്നക്കാരുണ്ടായിരുന്നത്. അപ്പോൾ പകുതി ഇതേപോലെ റോഡിലേക്ക് കയറിയിട്ടാണ് ആ ബൈക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ അശ്രദ്ധമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്? ഒരു അന്തം കിട്ടുന്നില്ല. ഡ്രൈവിങ്ങിൽ ഇവർക്ക് പഠിക്കാൻ കുറേ ഉണ്ട്. ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഏജൻറ്റിൻ്റെ മുഖാന്തരമാണല്ലോ ലൈസൻസ് എടുക്കുക. ഈ ലൈസൻസ് എടുക്കുമ്പോൾ ഇവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കും. ഒന്ന് വേഗം ശരിയാക്കി തരണേ, പിന്നെ എന്തെങ്കിലും കാര്യം പറയും, എന്തെങ്കിലും കാരണം പറയും.
അപ്പോൾ അവരെന്ത് കരുതോ, എന്നാൽ ശരി എന്നാൽ അതിനനുസരിച്ച് തന്നാൽ മതി പറയുമ്പോൾ ശരി 1000, 1500, ചിലപ്പോൾ 2000, ചിലപ്പോൾ 10,000 ഒക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് ലൈസൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഒന്നും അറിയില്ല, ഡ്രൈവിങ്ങിൻ്റെ സ്കില്ലിങ് എന്താണെന്ന് പോലും അറിയില്ല, ഈ എക്സ്പീരിയൻസ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവർക്ക് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് പിന്നെ അറിയില്ല. അപ്പോൾ ഈ അറിവില്ലായ്മയാണ് നമ്മുടെ അപകടത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ പിന്നെ അത് നമുക്ക് എന്താണ് ഒരു ഉത്തരം കിട്ടുകയെന്നും കൂടി ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കുക തന്നെ വേണം. നമ്മുടെ ആരോഗ്യമേഖല എന്ന് മാത്രമല്ല, കേരളത്തിൽ മൊത്തം നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളത് ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് അത് ജനങ്ങൾ തന്നെയാണ് ശരിയാക്കേണ്ടത്. അല്ലാതെ ഇവരൊന്നും ശരിയാക്കാൻ പോണില്ല. ഇപ്പം നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രധാനമായിട്ടും ഡ്രൈവിങ്ങിൻ്റെ പരിഷ്കാരം തന്നെ മാറ്റാണ്ട് ഒക്കെ നമ്മുടെ ഈ സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. കാരണം പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക ഭരണം. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യ ജീവിക്ക്, ഒരു മൃഗത്തിന് ഒരു പിന്നെ അറിവ് കിട്ടിയിട്ടുണ്ടോ, ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. വെറുതെ ഒരു കാര്യമില്ല. ഇവരൊക്കെ സുഭിക്ഷമായിട്ട് 3 നേരം വെട്ടി വിഴുങ്ങുക എന്നല്ലാതെ ജനത്തിന് ഒരു ഉപകാരമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് റോഡിൻ്റെ കാര്യങ്ങളും അവസ്ഥകളും പറയുകയാണെങ്കിൽ തന്നെ ഒരു കാര്യമില്ല, വെറുതെ ഒരു കാര്യമില്ല. അത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കണേ? കാര്യമില്ല. അപ്പം പ്രധാനമായിട്ടും ജനങ്ങൾ തന്നെയാണ് ഇത് മാറ്റപ്പെടുത്തേണ്ടത്. അത് ജനങ്ങൾ ഇനി മാറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കഴുത്തിൽ കത്തി വീഴും. അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ആൾക്കാരും സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാത്തത്. അപ്പോൾ ആരോഗ്യമേഖലയുടെ കാര്യം പറയാം. പിന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ 8 വയസ്സുകാരിയുടെ കുട്ടിയുടെ കൈ പിന്നെ മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ശരിക്കും ഡോക്ടർമാർ തന്നെയാണോ? കാരണം ഒക്കെ ഈ പിന്നെ എന്താ പറയുക ചെറിയ വിദ്യാഭ്യാസം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക പറയാനുള്ളത് ഇത് തന്നെ. അല്ലാതെ വേറെപ്പോൾ എന്ത് പറഞ്ഞ ഒരു കാര്യമില്ല. എന്തായാലും നമ്മളിപ്പോൾ വേറെ ഒന്നും പറയാൻ കരുതിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആകെ പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ മൊത്തത്തിൽ മാറി. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിൻ്റെ കാര്യമൊന്നും പോകണ്ട, ശബരിമല വിഷയം തന്നെ എടുക്കാം. അതൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുകൂടി നശിപ്പിക്കപ്പെടുത്തി ഈ സർക്കാർ. അതന്നെ പറയാം. കാരണം അത് പറയാ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ് എന്തിനും വലുത്, ഏതിനും. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ പോലും നമ്മൾ വിശ്വാസം കൊണ്ടാണ് പോവാറ്. കാരണം നാളെ നമ്മൾ എണീക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരമില്ല. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസമല്ല. അപ്പോൾ അവർ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അങ്ങനെ എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോഴും അല്ല, ഇറങ്ങി പോകാൻ പറഞ്ഞാൽ എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ വെറുതെ അല്ലല്ലോ. അപ്പോൾ ഒരുപാട് ജയിലുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാവും. കാരണം ഇവരൊക്കെ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്, കോടികൾ. ഇവരെ വീട്ടിലാണ് ശരിക്കും ED വരേണ്ടത്, അല്ല വിജിലൻസുകാർ വന്നിട്ട് അന്വേഷിക്കേണ്ടത്, അല്ലാതെ പിന്നെ വേറുള്ള സ്ഥലത്തല്ല. എന്തായാലും
ആംബുലൻസിൻ്റെ പുറകെ പോകരുത്. അതേപോലെ KSRTC ബസ്സിൻ്റെ പുറകെ പോകരുത്. ബസ്സിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. അത് വലിയ അപകടമാണ്. കാരണം അപകടത്തിൽപ്പെട്ട ആൾക്കാരെ എടുക്കാനാണ് ഈ ആംബുലൻസ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ തിരിക്കും, ഏത് വിധത്തിൽ പോകും എന്നൊന്നും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ സ്പീഡിൽ പോയിട്ട് അടുത്ത ആംബുലൻസും കൂടി നിങ്ങൾ വിളിക്കാനുള്ള ഇട വരുത്തരുത്. നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ധൃതിയാണെന്ന് പറഞ്ഞില്ലേ.